വെൽക്കം ബാക്ക് ടു ദിയാസ് വേൾഡ്. അപ്പോൾ ഇനി ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നു കുറ്റിയും പറിച്ച് എന്നായിരിക്കും ചിലർ വിചാരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി തമ്പാനൂർ വരെ പോയിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അങ്ങനെ പോയി തമ്പാനൂരെത്തി. തമ്പാനൂർ 15 രൂപയായിരുന്നു ടിക്കറ്റ്. അതിനുശേഷം ബസ് കാത്തു നിന്നു. ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ കയറി സീറ്റൊക്കെ പിടിച്ചു. അപ്പോൾ അവിടുന്ന് പോയി. 79 രൂപയായിരുന്നു ഒരാൾക്ക് ടിക്കറ്റ്. അതിനുശേഷം ടിക്കറ്റൊക്കെ എടുത്തു, ബസ്സിലിരുന്നു. അടുത്തുനിന്ന് ചേച്ചിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി എല്ലാ മാസവും ഏതെങ്കിലും ഒരു ഞായറാഴ്ച അവർ ഫാമിലിയായിട്ട് പൊന്മുടിയിൽ പോവാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ആദ്യമായിട്ടാണോ പോകുന്നത്, ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ചോദിച്ചു. അതേ, ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർ ഒരു ഫ്രണ്ട് കിട്ടി. അതിനുശേഷം വേറെ 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് തന്നെ സംസാരിച്ച് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലെത്താൻ പറ്റി. അതിനുശേഷം ബസ് പോയി. ഇതിലെ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ആൾക്കാർ കയറി. മണിപ്പൂരീസ് ആയിരുന്നു അവർ. അപ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് പൊന്മുടി പോകുന്നത്. അങ്ങനെ അവരുമായിട്ടൊക്കെ കുറച്ച് പേർക്കൊക്കെ മലയാളമൊക്കെ അറിയാമായിരുന്നു. അവർ യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ പഠിക്കുന്നതായിരുന്നു. അങ്ങനെ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ ബസ്സിൽ പോയി. അപ്പോൾ ഡ്രൈവറും പുള്ളിക്കാരനെ ഏകദേശം 10 വർഷത്തോളം പുള്ളിക്കാരൻ ഈ ഒരു റൂട്ടിലാണ് ബസ് ഓടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു. എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മളെല്ലാവരും കൂടി ടൂറിനൊക്കെ പോകുമ്പോൾ ഒരുമിച്ച് ബസ്സിൽ പോകുന്ന ആ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. വളരെയധികം എൻജോയ് ചെയ്തു. എല്ലാവരും സ്നാക്സൊക്കെ എടുത്ത് പൊട്ടിച്ച് കഴിക്കുക, അങ്ങനെയൊക്കെ വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ അവസാനം ബസ് പൊന്മുടിയിലെത്തി. പക്ഷേ കുറച്ച് സ്പീഡ് കുറച്ചാണ് പോയത്, കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ പതുക്കെ പോയി. 11 മണിക്ക് ബസ്സിൽ കയറിയ ഞാൻ 3:15 പൊന്മുടിയിലെത്തിയത്. വിശന്ന് തളർന്ന് അവസാനം പൊന്മുടിയിലെത്തി. പക്ഷേ പൊന്മുടിയുടെ ഓരോ വളവുകൾ കയറുമ്പോഴും മനസ്സിനകത്ത് ഒരുപാട് സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഗ്രാമ്പൂവിൻ്റെ പൂവും അതുപോലെ തന്നെ നമ്മുടെ തേയിലയുടെ പൂവിൻ്റെയൊക്കെ ഒരു മണം, അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഇഷ്ടം പോലെ ആൾക്കാർ, തിരക്കായിരുന്നു. അവസാനം ബസ് അവിടെ എത്തി. അവിടെ ഒരു ടിക്കറ്റ് എടുക്കണം നമ്മൾ, എൻട്രി ഫീസായിട്ട്. അപ്പോൾ ആ ടിക്കറ്റ് വന്നിട്ട് 40 രൂപയാണ് ഒരാൾക്ക് എടുക്കേണ്ട ടിക്കറ്റ്. നമ്മൾ ബസ്സിൽ വരുന്നവർക്ക് ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്താൽ മതി. കാറിലും ബൈക്കിലും വരുന്ന ആൾക്കാർ കല്ലാറ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവർക്ക് കാറും ബൈക്കും കയറ്റി വിടുന്നതിന് എക്സ്ട്രാ ഫീസുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് അടയ്ക്കുന്ന സമയത്ത് തന്നെ എത്ര പേരുണ്ടോ അവർക്കും കൂടെ ചേർത്തുള്ള എൻട്രി ഫീസും കൂടെ അവിടെയാണ് എടുക്കുന്നത്. അതിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പം കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. അങ്ങനെ നടന്നു നോക്കിയപ്പോഴത്തേക്കാണ് ഒരു 2-3 വർഷങ്ങൾക്ക് മുന്നേ ആണ് ഞാൻ ഈ ഒരു ചെടി ഇവിടെ ഉണ്ടായിരുന്നത് കണ്ടത്. അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും അതിനങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പേര് പുളിച്ചി പേരയ്ക്ക എന്ന് പറയും. ഇത് ഇത്ര സൈസേ ഉള്ളൂ, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല പുളിപ്പും. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് കുരുവൊന്നുമില്ല പേരയ്ക്കയുടെ അകത്ത്. അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അപ്പം ഇവിടെ പ്രത്യേകിച്ച് എന്തുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ കുട്ടികൾക്കൊരു പാർക്കുണ്ട്, അതങ്ങ് താഴെയാണ്. ഈ ഒരു പൊന്മുടി മൊട്ടയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുറേ കുന്നുകളും മലകളും മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇവിടുത്തെ ഒരു ഫീലെന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയും കൊണ്ടുവന്നു. കാരണം ഇവിടെ കടകളൊന്നുമില്ല. പ്രത്യേകിച്ചൊരു കാര്യം, ഇവിടെ ഗൂഗിൾ പേ വർക്കാവില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ക്യാഷ് കയ്യിൽ കരുതുക. കാരണം ഇവിടെ ഗൂഗിൾ പേ ഇല്ല, നെറ്റ്വർക്ക് കിട്ടില്ല. ഈ കുന്നിൻ്റെ മുകളിൽ മാത്രം ആണ് ആകപ്പാടെ 1-2 സിഗ്നൽ. അത് ജിയോയ്ക്കൊക്കെ ആണെങ്കിലാണ് സിഗ്നൽ കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് അത്യാവശ്യം കയ്യിൽ കരുതുക. എല്ലായിടവും ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ ബ്രെഡ് ഓംപ്ലേറ്റും കട്ടനൊക്കെയാണ് കിട്ടുന്നത്, പാൽ ചായ കിട്ടാറില്ല. അപ്പം അത്യാവശ്യം നമുക്ക് വിശപ്പടക്കാനൊക്കെ എങ്കിൽ അത് വാങ്ങാം. അപ്പം ഞാനൊരു 300 രൂപയ്ക്കകത്ത് എങ്ങനെ ഒരു ട്രിപ്പ് നടത്താമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ചിലവ് കുറച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡൊക്കെ കൊണ്ടുവരികയാണ് ചെയ്തത്. മാക്സിമം നിങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായി. അപ്പോൾ മഞ്ഞൊക്കെ വന്നു തുടങ്ങി. ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞ് മാറും, പെട്ടെന്ന് മഞ്ഞ് വരും, അങ്ങനെ ഒരു ക്ലൈമറ്റായിരുന്നു. അതിന് ശേഷം അങ്ങോട്ട് കുറേ മഞ്ഞിങ്ങ് വന്നു. അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്തത്ര രീതിയിൽ മഞ്ഞൊക്കെ വന്നങ്ങ് നിറഞ്ഞു.
അതിനുശേഷം ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് തിരിച്ച് റിട്ടേൺ പോകാൻ ബസ് കയറാൻ വേണ്ടിയിട്ടൊക്കെ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ ഒരു 5:15 ഒരു ബസ്സുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ ബസ് വന്നില്ല. കാര്യം കുറേ നേരം നിന്നു. 5:30 5:45 ബസ് വരുന്നില്ല. അതിനുശേഷം അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്ന് ആ പുള്ളിക്കാരനെ കണ്ടു. പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു വരും, ഇപ്പോൾ വരും, ഒരു 5 മിനിറ്റ് ഇപ്പം എത്തും. ആ ഒരു വിശ്വാസത്തിൽ അവിടെ നിന്നു. 5 10 15 ബസ് വന്നില്ല. അതിനുശേഷം വന്നത് പോലീസുകാർ. അപ്പം ബസ് താഴേന്ന് ഉള്ളൂ എന്നാണ് പറയാൻ വേണ്ടിയിട്ട് വന്നത്. പോലീസ് സ്റ്റേഷൻ്റെ അവിടെ മാത്രമേ ബസ് വരുള്ളൂ. ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് മാത്രമേ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മുകളിലോട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ്സിന് വരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറേ പേര് ഓടി. ഈ ഓടുന്നത് എന്തിനാണെന്നറിയാതെ അതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും കുറേ പേര് ഓടി. അങ്ങനെ ഒരു വലിയ ഓട്ടമായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഓടി അവസാനം ഏകദേശം അങ്ങ് എത്താറായപ്പോഴത്തേക്കും കുറേ വണ്ടികൾ അവർ വിട്ടു തുടങ്ങി, കാറൊക്കെ. അതുവരെ ഒരു സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം പോയി ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിയെത്തി. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിൻ്റെ അനിയത്തി, അവളാണ് ഫസ്റ്റ് ബാഗ് കൊടുത്തുകൊണ്ട് ഓടിയത്. ബാഗ് കൊടുത്തുകൊണ്ട് ഓടി. പിന്നെ അവളെ കാണാമല്ലോ, ഒരു ജെറ്റ് പോലെ പോകുന്ന മാത്രമേ കണ്ടു. അങ്ങനെ അവസാനം എൻ്റെ അനിയത്തിയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആ കൊച്ച് നടന്നത്. അങ്ങനെ അവസാനം അവിടെ എത്തി. ബസ് ഫുള്ള് നിറഞ്ഞു. അപ്പം അനിയത്തി ഉണ്ടായിരുന്നു, അവൾ ഏറ്റവും ഫസ്റ്റ് എന്നെ കയറി നിൽക്കുകയായിരുന്നു. അവൾ ബാഗ് എടുത്തുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓടിപ്പോയി. അപ്പോൾ 125 ആളോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കയറാൻ പറ്റിയില്ല. അപ്പോൾ പോലീസ് പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത ബസ് അറേഞ്ച് ചെയ്ത് തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞു. അപ്പോൾ സമയമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. 7-8 മണിയൊക്കെ ആയി. 8 മണിയായപ്പോഴാണ് അടുത്ത ബസ് വന്നത്. ബസ് വന്നു. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറി. അങ്ങനെ വളരെ അധികം എൻജോയ് ചെയ്ത് അവിടുന്ന് ബസ്സിൽ കയറി വിതിരയിലെത്തിയിട്ട് അവിടെ ഞങ്ങൾക്ക് നെടുമങ്ങാട് ബസ് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ എല്ലാവരും കൂടെ നെടുമങ്ങാട് വന്നതിന് ശേഷം അവിടെ നിന്ന് തെങ്കാശിയിൽ നിന്ന് വരുന്ന ട്രിവാൻഡ്രം ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് ലാസ്റ്റ് ബസ്സാണ്. അപ്പം അതങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് പേര് വരണുണ്ടെന്ന്. അങ്ങനെ ആ ബസ് കിട്ടി. 10:25 ആയപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ പാളയം എത്താറായി. അപ്പോൾ അങ്ങനെ പാളയത്തെത്തി. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ ഉണ്ട്, പിന്നെ തമ്പാനൂർ എത്തണം. അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഹോസ്റ്റലിലോട്ട് പോണ കാര്യം, അങ്ങനെ അതൊക്കെ ഞാൻ ആലോചിച്ച് ടെൻഷനായിട്ട് നിൽക്കുകയായിരുന്നു. കുറച്ചൊക്കെ ഒന്ന് ടെൻഷനായി. അങ്ങനെ ബസ് നല്ല അത്യാവശ്യം സ്പീഡിൽ തന്നെ പോയി. നമ്മളെ മേയറിൻ്റെ ബന്ധുവാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് കാർ ഇട്ടിട്ട് ഒരേ നിൽപ്പായിരുന്നു. അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. അവസാനം വല്ലവരും ഡ്രൈവർ ദേഷ്യം വന്ന് എടുത്തുകൊണ്ട് പോകുന്നു. അതിന് ശേഷം തമ്പാനൂരെത്തി. ഏകദേശം 10-10:30 കഴിഞ്ഞു എത്തിയപ്പോൾ. അതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി. എന്തോ എനിക്ക് ഭയങ്കര ഭാഗ്യം, ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കര ഭാഗ്യമുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, എന്ത് തൊട്ടാലും നല്ല ഭാഗ്യമായതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറിയിട്ട് പോയപ്പോൾ തന്നെ പകുതി വഴി എത്തിയപ്പോൾ ആ റോഡ് ബ്ലോക്കായിരുന്നു. അങ്ങനെ 10:27 ആയപ്പോൾ എത്തിയിട്ട് അവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബൈ പറഞ്ഞു ഓട്ടോ കയറി. പോലീസുകാരനാണ് ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നമ്പരൊക്കെ വാങ്ങിച്ച് നല്ല സേഫായിട്ടാണ് വിട്ടത്. ഓട്ടോക്കാരൻ്റെ നമ്പർ വാങ്ങിച്ചു. എന്നിട്ട് ആ പുള്ളിക്കാരിയെ കൊണ്ടാക്കിയതിന് ശേഷം വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ പുള്ളിക്കാരൻ എത്രയും വേഗം കൊണ്ടൊന്ന് ഹോസ്റ്റലിലാക്കിയിട്ട് തിരിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് പോകാനുള്ള ആ ഒരു ഇതിൽ വണ്ടിയിൽ കയറി വന്നു. പക്ഷേ റോഡ് ബ്ലോക്കായിരുന്നു. തിരിച്ചവസാനം എങ്ങനെയൊക്കെയോ ഹോസ്റ്റലിൽ എത്തിച്ചു. ഉടനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ നല്ലൊരു ചേട്ടനായിരുന്നു, സേഫായിട്ട് കൊണ്ടെത്തിച്ചു. അതിനുശേഷം എൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഇതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു ത്രില്ലായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പോകാൻ ആഗ്രഹമുള്ളവർ പോവുക, സേഫായിട്ട് തന്നെ പോയിട്ട് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് നല്ലൊരു 300 രൂപയ്ക്കകത്ത് തന്നെ നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ടാറ്റ ബൈ ബൈ.